ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ടയുടെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആഗോള വ്യോമയാന മേഖലയിലെ പ്രമുഖർ, അന്താരാഷ്ട്ര മാധ്യമ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ 1600-ലധികം പേർ പങ്കെടുക്കും. വ്യോമയാന മേഖല നേരിടുന്ന പ്രധാന വിഷയങ്ങൾ നാളത്തെ ഉച്ചകോടിയിൽ ചർച്ചയാകും. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഫോറൻസിക് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊൽക്കത്തയിലെ രാജർഹട്ടിൽ 88 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ 40-ലധികം സൈനിക വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ട്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇതെന്നും റിപ്പോർട്ട് പറയുന്നു. ആക്രമണത്തിൽ റഷ്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ യുദ്ധവിമാനങ്ങൾ തകർന്നതായാണ് വിവരം. കേരളത്തിലെ വിവിധ ദേശീയപാത പദ്ധതികളുടെ വിശദ അവലോകനത്തിനും പുരോഗതി വിലയിരുത്തുന്നതിനുമായി ദേശീയ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പദ്ധതി പ്രദേശങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗുണനിലവാരമുള്ള റോഡ് നിർമ്മിക്കുന്നതിനും പൊതുജന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണെന്നും അതുമായി ബന്ധപ്പെട്ട് അവർ നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി PA മുഹമ്മദ് റിയാസ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കോഴിക്കോട് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവാഗതരായ കുട്ടികളെ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. +1 പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വ്യാഴാഴ്ച പൂർത്തിയാകും. ഈ മാസം 10-ന് രണ്ടാം അലോട്ട്മെന്റും 16-ന് മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ജൂൺ 18-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDF കൺവെൻഷൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിൽ മോഹൻ ജോർജിനെ BJP ഇന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ MLA PV അൻവർ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. കുട്ടികളുടെ നൈപുണ്യശേഷികൾ കണ്ടെത്താനും ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അടിത്തറ പാകാനും അങ്കണവാടികൾക്ക് കഴിയണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം എഴുകോണിൽ പുതുതായി ആരംഭിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അങ്കണവാടികൾക്ക് സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ 30 കോടി രൂപയും അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം ബുധനാഴ്ച വരെ ലഭ്യമാകും. കാലവർഷ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. മഴ പരിഗണിച്ച് ഭക്ഷ്യധാന്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും സംസ്ഥാനത്തുടനീളം ഏർപ്പെടുത്തി വരികയാണ്. അടുത്ത 4 ദിവസം കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 31 സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും. തിരുവല്ല താലൂക്കിലെ 13 സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 43ആയി. ജില്ലയിൽ ഇന്നലെ വരെ തുടർന്ന ശക്തമായ മഴയിൽ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി. 1400ഓളം പേരാണ് നിലവിൽ ക്യാമ്പുകളിലുള്ളത്. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. മൈലപ്ര, പ്രമാടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് രാവിലെ ക്യാമ്പയിൻ നടന്നു. ഈ മാസം 12 വരെ ആകെ 38 ക്യാമ്പയിനുകളാണ് ജില്ലയിൽ നടക്കുക. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് മത്സരം മഴ കാരണം ആരംഭിക്കാൻ വൈകുന്നു. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടുവരാത്ത കുടുംബങ്ങളുടെ വെള്ള, നീല പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പിങ്ക് കാർഡ് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് നാളെ മുതൽ അവസരം. അർഹരായ കാർഡുടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ജൂൺ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 44 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 45 പേർ അറസ്റ്റിലായി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.